ഹായ് വെൽക്കം ബാക്ക് ടു ഡി ഷെഫ്. ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലെമണേഡാണ്. ലെമണേഡ് എന്ന് പറയുമ്പോൾ നാരങ്ങയിൽ പഞ്ചസാര ചേർത്ത് നമ്മൾ തയ്യാറാക്കുന്ന എല്ലാ പാനീയങ്ങളെയും ലെമണേഡ് എന്ന് പറയും. അപ്പോൾ ഇന്നിവിടെ വയനയില ഉപയോഗിച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇന്ത്യൻ ബേ ലീഫ് എന്ന് പറയും. ഇത് തന്നെ ഇലകളിൽ ചെറിയ വ്യത്യാസമുണ്ട്. കറുകപ്പട്ടയുടെ ഇലയുണ്ട്, അതേപോലെ ഇതേമാതിരി നമ്മൾ കുമ്പിളപ്പൊക്കെ ഉണ്ടാക്കുന്ന ഇലയുണ്ട്. അപ്പോൾ ഞാനിവിടെ കുമ്പിളപ്പം ഉണ്ടാക്കുന്ന ഇലയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റേ ഇല ഉപയോഗിച്ചും ചെയ്യാം. എന്തായാലും ഇതിനൊരു ചെറിയൊരു എരിവ് പോലെയുള്ളൊരു ടേസ്റ്റാണ്. ആ കുമ്പിളപ്പൊക്കെ തിന്നുമ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടാവില്ലേ, അതൊരു ഫീലാണ് ഈ പാനീയം കുടിക്കുമ്പോൾ. അപ്പോൾ 2 ഇലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 2 ഗ്ലാസ് വെള്ളത്തിലോട്ട്. അപ്പോൾ ഗ്ലാസ് നിറയെ വെള്ളം എടുത്തിട്ടില്ല, ഐസൊക്കെ ഇടുമ്പോൾ കുറച്ച് അധികമായിട്ട് വരും, അത് കാരണം. ഇനി ഇതിലോട്ട് ഒരു ലെമൺ പിഴിഞ്ഞ് ചേർക്കാം. കുരുവൊന്നും വീഴാണ്ട് ഒരു ലെമൺ ഫുള്ളായിട്ട് പിഴിഞ്ഞ് ചേർക്കാം. ഇതേപോലെ ഒരുപാട് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന എന്താ പറയുക ഇലകൾ ഉപയോഗിച്ച് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം. മല്ലിയില ഉപയോഗിച്ചാണ് ഞങ്ങൾ മിക്കപ്പോഴും മല്ലിയില ഉപയോഗിച്ച് ഉണ്ടാക്കാറുണ്ട്. അതേമാതിരി പുതിന ഇല, അത് എല്ലാവരും ഉപയോഗിക്കുന്നത് തന്നെയാണ്. തുളസിയുടെ ഇല, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ലെമണേഡ് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഞാനത് മിക്സിയിൽ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഒരുപാട് പേർക്ക് അറിയില്ല എന്ന് തോന്നുന്നു ഈ ഒരു വായനയില വെച്ചിട്ട് ഇതേപോലെ ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റുന്നത്. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ വീട്ടിലുള്ള കാരണം ഇപ്പോൾ ഇടയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കളറ് നല്ല നാച്ചുറൽ കളറാണ്. നമ്മൾ ഒട്ടും കളറൊന്നും ചേർക്കാണ്ടാണ് തയ്യാറാക്കുന്നത്. വീട്ടിൽ ഈ ചെടിയുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ നല്ലതാണ്. അതിനുശേഷം എന്താ ഇല ഞാനിങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയിലൊന്ന് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. അതൊക്കെ അവരുടെ ഇഷ്ടത്തിന് ചെയ്യുക. അതിനുശേഷം ലെമൺ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതേപോലെ. അപ്പോൾ നാച്ചുറലായിട്ടുള്ള വയനയില ലെമണേഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം ഡി ഷെഫ്. താങ്ക് യു.